ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് 2 ബർത്ത്ഡേ വിഷസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പം നയന എന്ന് പറഞ്ഞിട്ട് ഒരു ആള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് നയന എന്നാണ്, വീഡിയോസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാർച്ച് 11 ആണല്ലോ ഇന്ന്. അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മോളുടെ പേര് അലംകൃത എന്നാണ് പറഞ്ഞേക്കുന്നത്. വിഷ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അലംകൃത മോൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സർവീശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ മോൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് സർവീശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അലംകൃത മോൾക്ക് വേണ്ടിയിട്ട് എന്തായാലും എല്ലാവരും വിശ്വസ് അറിയിച്ചേക്കണേ. അതുപോലെ തന്നെ ഒരു മാസം മുന്നേ റിക്വസ്റ്റ് ചെയ്തിരുന്നതാണ് ശീതൾ റോസ് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയിൽ നിന്നാണ് കമന്റ് ഇട്ടേക്കുന്നത്. മോന്റെ പേര് ഹെയിൻറിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ മോന്റെ ബർത്ത്ഡേ നാളെ, അതായത് മാർച്ച് 12 പറഞ്ഞിട്ടുണ്ട്. മോന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ് നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഹെയിൻറിച്ച് മോന് വേണ്ടിയിട്ടും അലംകൃത മോൾക്ക് വേണ്ടിയിട്ടും എല്ലാവരും ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്നും നല്ല വീഡിയോസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും. അപ്പോൾ ഈ കമന്റ്സ് അയച്ച 2 സഹോദരിമാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നറിഞ്ഞതിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാനാണെങ്കിൽ നമ്മുടെ ഉരുളിയിലിരുന്ന പൂക്കളുണ്ടല്ലോ അത് മാറ്റാനായിട്ട് മറന്നുപോയി. ഞാനിതിൽ ഒരു ഉരുളി എടുത്ത് TV യൂണിറ്റില്ലേ അതിൻ്റെ ഒരു ഭാഗത്താണ് വെച്ചിരുന്നത്. അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് അവിടെ ഇരുന്നേട്ടോ. അപ്പോൾ ഇങ്ങനെ അഴുകി പോകാനായിട്ട് പാടില്ല. അപ്പോൾ അത് കുറച്ച് അധികം ദിവസം ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. നല്ലപോലെ ഉരുളി ഒന്ന് കഴുകിയതിന് ശേഷം അതിനകത്ത് നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ചതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഹാർഡ് വാട്ടറൊന്നും എടുക്കരുതേ, നല്ല വെള്ളം എടുക്കുക. അപ്പോഴാണ് കുറേ നാൾ പൂവ് കേടാവാതിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ജവ്വാദ് പൗഡറാണ്. അപ്പോൾ ഈ ജവ്വാദ് പൗഡർ എന്താണെന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പൂജാ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും, ഓൺലൈനിലും കിട്ടുന്നുണ്ട്. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജവ്വാദ് പൗഡർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കൂടുതലും പൂജ ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പേസ്റ്റ് ആയിട്ടും മേടിക്കാൻ കിട്ടും. അത് നമ്മുടെ ഡ്രസ്സിലൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ, അതായത് ഡ്രസ്സിൻ്റെ അടിഭാഗത്ത് വേണം തേക്കാനായിട്ട്. അപ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ. നമ്മൾ അത്രയൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അതുപോലത്തെ ഒരു ഉപയോഗം തന്നെയാണ് ഇതിനുള്ളത്. പ്രധാനമായിട്ടും പൂജാ റൂം വൃത്തിയാക്കാനും പൂജാ റൂമിലെ ഫോട്ടോസ് ക്ലീൻ ചെയ്യാനും ഇതുപോലെ പൂക്കളിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിലിട്ട് വെക്കാനും ഒക്കെയാണ് നല്ലത്. നല്ലൊരു ഡിവൈൻ സ്മെല്ലാണ്, നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഈ ജവ്വാദ് പൗഡറിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ തമിഴ്നാട്ടിലെ കോവിലൊക്കെ വരുമ്പോഴത്തേക്കും കോവിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അത് ഈ ജവ്വാദിൻ്റെ മണമാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ നമ്മളിങ്ങനെ പൂജാ റൂമിൽ ഇതൊക്കെ വെച്ച് തുടയ്ക്കുന്നതും പൂക്കളിലൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്നതൊക്കെ നല്ലതാണ്. നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരും, നല്ലൊരു ഗുഡ് സ്മെല്ലാണ്. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ കുറച്ച് പച്ചക്കർപ്പൂരം കൂടി ഇട്ടിട്ട് ആ വെള്ളത്തിൽ പൂക്കളിടാം. അപ്പോൾ കുറച്ചും കൂടി നാള് കേടാവാതെ ഇരിക്കും. അതുപോലെ തന്നെ പച്ചക്കർപ്പൂരവും നല്ല സ്മെല്ലുമാണ്, പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അത് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജവ്വാദ് എന്നാണ് അതിൻ്റെ പേര്. ഞാനാണെങ്കിൽ ആമി രാവിലെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആമി സ്കൂളിൽ പോയ സമയത്ത് എന്തായാലും ഇന്ന് ലഞ്ച് കൊണ്ടുപോകണ്ട കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പോയതിന് ശേഷമാണ് ഞാൻ കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് ഒരു അവിയൽ വെക്കണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് എന്തായാലും പച്ചക്കറികളെല്ലാം കൂടി എടുത്ത് അവിയൽ വെക്കാമെന്ന് കരുതി. അപ്പം ഞാൻ ഇന്ന് വെക്കുന്ന ഈ ഒരു അവിയലുണ്ടല്ലോ, ഇത് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് സമയം കുറവുള്ള സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കറിയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇതുപോലെ കുക്കറിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈസിയാണ്. നമ്മൾ മറ്റേ പച്ചക്കറികൾ വേവിച്ചിട്ടിട്ട് അവിയൽ അങ്ങനെയും ചെയ്യാറുണ്ട്, ചട്ടിയിലും വെക്കാറുണ്ട്, അതുപോലെ തന്നെ കുക്കറിൽ വെക്കാറുണ്ട്. അപ്പോൾ എളുപ്പപ്പണിക്കാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചീര തോരൻ വെക്കണം. പിന്നെ ഈ ചോറുണ്ടല്ലോ, ഇത് 2 ദിവസം മുന്നേ വെച്ച ചോറാണ്. ഞാനാണെങ്കിൽ ഒരു നാഴി അരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മട്ട റൈസൊക്കെ ആണെങ്കിൽ 2-3 ദിവസത്തേക്ക് വരും കേട്ടോ. ഞങ്ങളൊക്കെ കുറച്ചാണ് ചോറൊക്കെ കഴിക്കുള്ളൂ. ഞാനാണ് കുറച്ചെങ്കിലും അധികം കഴിക്കുന്നത്. അപ്പം മോൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഇവിടുത്തെ ചോറാണ് ഇഷ്ടം കേട്ടോ. ഹസ്ബൻഡിന് ഇഷ്ടമാണ്, പക്ഷെ മോൾക്ക് അത്ര താല്പര്യമില്ല. എനിക്കും ഇവിടുത്തെ പൊന്നി റൈസാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ആ ചോറ് ഇരുന്നത് കൊണ്ട് അതൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ രാവിലെ ഇപ്പോൾ
സ്ഥിരമായിട്ട് ഓട്സ് ആണ് കഴിക്കുന്നത്. റോൾഡ് ഓട്സ് ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് ഉപ്പോ ഷുഗറോ ഒന്നും ചേർക്കത്തില്ല. വെറുതെ ഞാൻ കുറച്ച് പഴം ഉള്ളതുകൊണ്ട് പഴം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ട് നല്ലപോലെ തടി വെച്ചിട്ടുണ്ട്. അപ്പം എന്തേലും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റൊന്നും എടുക്കുന്ന ഒരാളല്ല. എനിക്ക് അറിയത്തുമില്ല, ഡയറ്റിൻ്റെ ഒരുപാട് പരിപാടികളൊന്നും ഞാൻ ചെയ്യാൻ പോകാറില്ല കേട്ടോ. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം, സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തല കറങ്ങും. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഫുഡിൽ ഞാൻ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ നടക്കാൻ പോവുകയും അവിടെ പാർക്കിൽ പോകുമ്പോൾ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നടക്കാൻ പോകാനും പറ്റുന്നില്ല കേട്ടോ. ഹസ്ബൻഡിന് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ ടെറസിൻ്റെ മേലെ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ അതേ ഓട്സൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് ബ്ലൂബെറീസ് ഇട്ടിട്ടുള്ള ഓട്സാണ് കൊടുത്തത്. ബെറീസ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കും. ഒന്ന് ഓട്സ് തലേ ദിവസം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ കഴിക്കുമ്പോൾ നല്ലോണം തൊണ്ടവേദന ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കാത്തത്. പിന്നെ അതേ സെപ്റ്റോയിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ ചെറിയൊരു വയറിനൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിക്ക് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തെങ്ങിൻ്റെ പൂവുണ്ടല്ലോ, അതിന് ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾ പറയുന്നതിന് തെങ്ങിൻ്റെ പൊങ്ങെന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്ന് പറയണേ? തമിഴിൽ ഇതിന് തേങ്ങാപ്പൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ ഈ സംഭവം ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓൺലൈനിൽ നമുക്ക് സെപ്റ്റോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മുളച്ച് വന്നിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതാണ് തന്നത്. അതിങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? നിങ്ങളിത് കഴിക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണേ, മറക്കരുത്. ഇവിടേക്ക് ആണെങ്കിൽ റോഡ് സൈഡിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ബോക്സിലാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ റോഡ് സൈഡിൽ നിന്ന് മേടിച്ച് കഴിക്കാനായിട്ട് അത്ര താല്പര്യമില്ല. കാരണം പൊടിയും അഴുക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഓർഡർ ചെയ്തത്. അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് 2 തേങ്ങ മേടിക്കണമായിരുന്നു. പിന്നെ പുതിനയില, മല്ലിയില ഇതൊക്കെ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ ഈ ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് മല്ലിയില, പുതിനയില ഇതെല്ലാം നമുക്ക് ഒരുപാട് നാൾ കേടാവാതിരിക്കുന്നുണ്ട്. ഹോൾസ് ഉള്ള ബോക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവത്തില്ല കേട്ടോ. അതിനകത്തൊരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. അപ്പോൾ ഇതിൻ്റെ സിമിലർ പ്രോഡക്റ്റ് ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് ഈ ബോക്സുകളൊക്കെ. പിന്നെ ഇത് കുറച്ച് പുതിന ഇരിപ്പുണ്ട്, കുറച്ചധികം തന്നെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കൈയോടെ തന്നെ എടുത്ത് ഞാൻ ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ബോക്സിനകത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ പുതിനയില ഇട്ടിട്ട് പിന്നെയും അതിൻ്റെ മേലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ ഞാൻ ഓർത്തു കുറച്ച് പുതിനയുടെ തണ്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയി ബാൽക്കണിയിൽ കൊണ്ടുപോയി നട്ട് വെക്കാം. എന്തായാലും വളരത്തില്ല, അത് ഉറപ്പാണ്. ഇപ്പോൾ വെയിൽ തുടങ്ങിയിട്ടുണ്ട് ചെന്നൈയിൽ, നല്ല ചൂടാണ് കേട്ടോ. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എങ്ങനെയാണ്? ചൂടാണോ വെയിലാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടാണ്, അസാധ്യമായ ചൂടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മളെല്ലാവരും ഈ ക്രിറ്റിസിസം അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ വിമർശിക്കുന്നത് ഭയക്കുന്നവരാണല്ലേ. എനിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മളെ വിമർശിക്കുന്നത് 2 തരത്തിൽ ഉണ്ടല്ലേ ആൾക്കാർ. ചിലർ നമ്മളെ കളിയാക്കും, അതായത് പരിഹാസ രൂപത്തിൽ നമ്മളെ വിമർശിക്കും. ചിലർ നല്ല കാര്യമായിട്ട് നമ്മളെ ഒന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വിമർശിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് കഥയിലൂടെ തന്നെ തുടങ്ങാം അല്ലേ. ഒരിടത്താണെങ്കിൽ ഒരു ശില്പി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ല ഭംഗിയായിട്ട് ശില്പങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ശില്പി ഉണ്ടാക്കുന്ന ശില്പങ്ങളെ കുറിച്ചൊന്നും ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല നാട്ടിൽ. അപ്പം അദ്ദേഹം ഭയങ്കര കോൺഫിഡൻസോട് കൂടി വർഷങ്ങളായിട്ട് കുറേ ശില്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരാളോട് ചോദിച്ചു, ഈ ശില്പത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അതുവരെ കണ്ടുപിടിക്കാത്തൊരു കുറ്റം അന്നൊരാൾ കണ്ടുപിടിച്ചു. അതായത് ശില്പിയോട് പറഞ്ഞത് ആ ശില്പത്തിൻ്റെ കണ്ണ് ശരിയല്ല. ഒരു സ്ത്രീയുടെ ശില്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞു കണ്ണ് ശരിയായിട്ടില്ല. വേറൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു മൂക്ക് ശരിയായിട്ടില്ല. വേറൊരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കാതിൻ്റെ ഷേപ്പ് ശരിയായിട്ടില്ല. അങ്ങനെ ഈ ശില്പി പലരോടും ചോദിക്കാൻ തുടങ്ങി. ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ ഒരുപാട് കുറ്റങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ ഈ ശില്പിയുടെ ആ ഒരു കോൺഫിഡൻസ് പോയി. അദ്ദേഹം എല്ലാ ആളുകളും പറയുന്നത് കേട്ടിട്ട് അതേപോലൊരു ശില്പം ഉണ്ടാക്കാനായിട്ട് തയ്യാറെടുത്തു. അങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹം ഒരു ശില്പം ഉണ്ടാക്കിയപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത്രയും കാലം അയാൾ ചെയ്തൊരു ശില്പം പോലെയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ പോയി എന്നാണെങ്കിൽ പറയാം. അതുവരെ കുറ്റങ്ങളൊന്നും ആരും പറയാതിരുന്നിട്ട് അതുവരെ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാതെ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ ശില്പത്തെക്കാളും 10 മടങ്ങ് മോശമായിരുന്നു അഭിപ്രായം ചോദിച്ച് ചെയ്ത ശില്പത്തിന്. അപ്പോൾ നമ്മുടെ ശില്പിക്ക് മനസ്സിലായി അഭിപ്രായം ചോദിക്കേണ്ടിയിരുന്നില്ല,
അപ്പോൾ എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റിയാണ് അവിടെ പോയത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ആ ശില്പം മൊത്തത്തിൽ ഉടച്ചു കളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ഒരു ശില്പം ഉണ്ടാക്കി. എന്നിട്ട് പതിവ് പോലെ തന്നെ ആരോടും ഒന്നും ചോദിക്കാൻ പോയില്ല. പക്ഷേ ആരും കുറ്റവും പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ തെറ്റല്ല ശരിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സമൂഹം നമ്മളെ അംഗീകരിക്കും അല്ലേ? ചില സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നുമല്ലേ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാൻ പോകുമ്പോഴുണ്ടല്ലോ ഒരുപാട് കുറ്റങ്ങൾ പറയും. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം കേട്ടുകൊണ്ട് നമ്മൾ പുതുതായിട്ട് ഓരോന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ വിമർശനങ്ങളെ പല രീതിയിൽ നമുക്ക് നേരിടാം അല്ലേ. അപ്പോൾ വിമർശനങ്ങളെന്ന് പറയുമ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ കളിയാക്കുന്ന വിമർശനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് വിമർശനങ്ങൾ എങ്ങനെ പോസിറ്റീവായിട്ട് നേരിടാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഉടനെ തന്നെ വിമർശനങ്ങൾ കേട്ടാൽ പ്രതികരിക്കാതിരിക്കുക. വിമർശനം കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യമോ വിഷമമോ ഒക്കെ തോന്നും, അതൊക്കെ സ്വാഭാവികമാണ്. ആവേശത്തിൽ നമ്മൾ മറുപടി പറയുന്നതിന് പകരം കുറച്ചു നേരം ശാന്തനായിട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രം നമ്മൾ മറുപടി പറയുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം അവിടെ തെളിയുന്നത് അല്ലേ. അതേസമയം ഒരാൾ നിങ്ങളോട് വന്ന് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ മോശമാണ്, നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പ്രതികരിക്കാൻ പോയാൽ നമ്മുടെ വിലയല്ലേ അവിടെ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കുക, ഈ പറഞ്ഞ വിമർശനം നമ്മുടെ ശില്പി ചെയ്തതുപോലെ ഒന്നും രണ്ടും നോക്കാതെ അപ്പാടെ അങ്ങ് വിഴുങ്ങുകയല്ല വേണ്ടത്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകൾ തിരുത്താനും നമ്മളെ വളരാനും സഹായിക്കും. ഇത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക, എന്നിട്ട് നമുക്ക് മാറ്റേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാറ്റുക. എന്നാൽ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനങ്ങളുണ്ട്, അതായത് നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കുള്ളൂ ഇത്തരം വിമർശനങ്ങൾ മറ്റുള്ളവർ പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പറയും, അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്. കാരണം നമുക്കത് കേട്ടതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവുമില്ല അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ എടുക്കരുത്. നമ്മൾ വ്യക്തിപരമായിട്ട് ഇതൊക്കെ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. കാരണം അവർ വിമർശിച്ചത് നമ്മുടെ പ്രവൃത്തിയായിരിക്കും, നമ്മളെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രം പേഴ്സണലി എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ തന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പോൾ ഈ ഒരാൾ നമ്മളെക്കുറിച്ച് ഒരു വിമർശനം നടത്തി, അത് നമ്മൾ അപ്പാടെ മാറ്റാൻ പോവുകയാണെങ്കിൽ എന്ത് ഗുണമാണ് എനിക്ക് ഉണ്ടാവുന്നത്? ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളോട് ഒരാൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഞാൻ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടതെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ അവർക്ക് കൃത്യമായൊരു ഉത്തരം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞതെന്നല്ലേ. അതുപോലെ തന്നെ നമ്മളെ വിമർശിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. അതായത് നമ്മൾ ഫീഡ്ബാക്ക് ഒന്ന് ഫിൽട്ടർ ചെയ്യുക. വിമർശനത്തിൽ നിന്ന് നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. മറ്റുള്ളവരുടെ മോശം സംസാര രീതിയേക്കാൾ അവർ പറയുന്ന കാര്യത്തിൽ സത്യം എന്താണെന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഒന്ന് മാത്രം ചിന്തിക്കുക, വിമർശനം ഉന്നയിക്കുന്ന വ്യക്തിയേക്കാൾ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ പക്വത ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളിപ്പോൾ പ്രതികരിക്കണോ വേണ്ടയോ, അത് നമ്മുടെ നല്ലതിനാണോ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, നമ്മുടെ ഐഡൻറ്റിറ്റി പോകുമോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ അതേ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ കുക്കറിലാണല്ലോ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പച്ചക്കറി എല്ലാം കൂടി കട്ട് ചെയ്ത് അതുപോലെ തന്നെ അരപ്പും കൂടി ഇട്ടിട്ട് വേണം കുക്കറിൽ വെക്കാനായിട്ട്. പിന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി. പിന്നെ അരപ്പിനകത്ത് ചേർത്തേക്കുന്നത് നല്ല ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന്. അപ്പോൾ അവിയലൊക്കെ വെക്കുമ്പോൾ എല്ലാ പച്ചക്കറിയും കൂടി ചേർത്ത് വെക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഞാൻ ഇന്നിപ്പോൾ തൈര് ഒഴിച്ചിട്ടില്ലേ അവിയലിൽ. ചിലപ്പോൾ ഞാൻ തൈര് ഒഴിക്കാറുണ്ട്, ഇന്നിപ്പോൾ തൈര് ഒഴിച്ചിട്ടില്ല. പകരം കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്തേക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ മുന്നെയാണ്, അതിൻ്റെ തലേ ദിവസമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് നടത്തിയിരുന്നു എന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പം നമുക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സ് വേണം. അപ്പോൾ അതൊക്കെ മേടിക്കാനാണ് കേട്ടോ പോയത്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പോയി. പിന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് വന്നെങ്കിലും മാളിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദന എടുക്കും, പ്രത്യേകിച്ച് AC കൂടി ആയതുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലും മദ്രാസ് കോഫി ഹൗസിൽ കയറിയിട്ട് ഒരു ചായ വെച്ച് കുടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെജ് റോളാണ് കേട്ടോ, അതും കൂടി മേടിച്ചിട്ടുണ്ട് ആമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ സ്പാറിലോട്ടാണ് കയറിയിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കുട്ടി ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ഈ ടോപ്പാണ് ഞാൻ അന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇട്ടത് കേട്ടോ. ഇപ്പോൾ പൊങ്കാല ഇടുന്ന ദിവസം നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കണമെന്ന് പറയും, അല്ലെങ്കിൽ അലക്കി തേച്ച നല്ല വസ്ത്രം എടുത്ത് വേണം പൊങ്കാല സമർപ്പിക്കാനെന്ന് പറയും. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നല്ലൊരു പുതിയ ഡ്രസ്സ് എടുക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു ടോപ്പും പാൻറ്റും എടുത്തു. ഒരു ലെഗിൻസിൻ്റെ ഒരു പാൻറ്റും ഒരു ടോപ്പുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിനും ഒരു ടീഷർട്ട് എടുത്തിരുന്നു. ആമിക്കും ഒരു കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ സ്പാറിൽ മേലെ ഇങ്ങനെ കിച്ചൺ ഐറ്റംസ് ഒക്കെ കൊടുക്കും എന്നുള്ള കാര്യം. അപ്പോൾ ചുമ്മാതെ ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മേലെ കയറുന്നത്. VR മാളിലുള്ള സ്പാറിലാണ് വന്നേക്കുന്നത്. മേലെ കയറി വന്നപ്പോഴത്തേക്കൊണ്ട് ഇതേ നമ്മുടെ ഡിമാർട്ടിലുള്ള സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്, കുക്ക് വെയർ ഐറ്റംസും എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നും മേടിച്ചിട്ടില്ല, പക്ഷേ ചുമ്മാ വന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എനിക്ക് വിൻഡോ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഇങ്ങനെ പോയി നോക്കിയൊക്കെ വെച്ചേക്കും, പുതിയ ഏതൊക്കെ മോഡലുകളൊക്കെയാണ് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് കിച്ചൺ ഐറ്റംസിനോട് പ്രത്യേക താല്പര്യമാണല്ലോ, അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ കൂടുതൽ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ കുക്കർ, അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ കണ്ട് നോക്കി വെച്ചിട്ടുണ്ട്. 1-2 സാധനം എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരുപാട് സെറാമിക് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നേ. ഇത് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൽ കൂടുതലും ഫൈബറിൻ്റെതാണ്, പക്ഷേ സെറാമിക് പോലെ ഇരിക്കും, അങ്ങനത്തെ സാധനമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം നോക്കിയതിന് ശേഷം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് താഴെ വന്ന് ബില്ല് ചെയ്ത് പിന്നെ നമ്മൾ നേരെ വന്നേക്കുന്നത് ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ നൈറ്റ് അവിടെ നിന്ന് തന്നെ കഴിച്ചായിരുന്നു കേട്ടോ. മാളിൽ നിന്ന് തന്നെ ഒരു ബിരിയാണി, വെജ് ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ സ്പാറിൽ കയറിയപ്പോൾ ഒരു അബദ്ധം പറ്റിയത്, അവിടെ നിന്നൊരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൂപ്പൺ തരുവേ. അപ്പോൾ അതിനകത്ത് 50% ഓഫ് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചാകര പോലെ എല്ലാം ഷോപ്പിംഗ് നടത്തിയത്. പക്ഷേ അവസാനം ബില്ല് ചെയ്യാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് 50 രൂപയാണ് കുറയ്ക്കുള്ളൂ എന്ന്. അങ്ങനെ ആകെ അബദ്ധം പറ്റിയൊരു ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ ഞങ്ങൾ മിനിസോയിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ദേ ഈ ഒരു പെർഫ്യൂം കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പെർഫ്യൂമിൻ്റെ ഭ്രാന്തുള്ള ഒരാളാണ്, അപ്പോൾ അങ്ങനെ ഒരെണ്ണം എടുത്തു. അത് അന്ന് അവിടെ ഓഫറിന് പോയതുകൊണ്ട് 400 രൂപയുടെ പെർഫ്യൂം 200 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, 50% ഓഫ്. അങ്ങനെ ഒരെണ്ണം എടുത്തു. നല്ല മണമാണ്, റോസിൻ്റെ സ്മെല്ലാണ്. പിന്നെ എനിക്കൊരു കമ്മൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറ്റേ റിങ്ങിൻ്റെ ടൈപ്പിലുള്ളതാണ്. കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷേ എൻ്റെ കളറൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്യാരണ്ടി ഇല്ല, പക്ഷേ കളറ് പോവില്ല എന്ന് പറഞ്ഞു. 330 റുപ്പീസാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ഇതാണ്. കുളിക്കുമ്പോഴൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് കുളിക്കാം. പിന്നെ ഞാൻ സ്പാറിൽ നിന്ന് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഓട്സ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ കഴിച്ചില്ലേ, ആ ഒരു ബൗളാണ് അത്. അപ്പോൾ ഇത് തലേ ദിവസം പോയിട്ടുള്ളൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ. പിന്നെ അതേ അവിടെ നിന്നൊരു ജീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീൻസിൻ്റെ സൈസ് 32 ആണ്, സ്ലിം ഫിറ്റ് ആണ്. അപ്പോൾ സ്കിൻ ഫിറ്റ് ആണ്, അത് എടുത്തിട്ടുണ്ട്. ജീൻസ് ഞാൻ എപ്പോഴും ഓൺലൈനിൽ നിന്ന് അങ്ങനെ എടുക്കാറില്ല. ഞാൻ ഒരിക്കൽ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാക്സിൽ നിന്നൊരെണ്ണം ഒരു ജീൻസ് എടുത്തപ്പോൾ എനിക്ക് ഒട്ടും സ്യൂട്ട് ആവുന്നില്ല കേട്ടോ. 32 തന്നെയാണ് എടുത്തത്, പക്ഷെ അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മാക്സിലുള്ള. ഇപ്പോൾ ഈ സ്പാറിൽ നിന്നെടുത്തത് നല്ലതാണ്. പിന്നെ ആമിക്ക് ഞങ്ങൾ കോർണർ വേവ്സിൽ പോയപ്പോൾ അണ്ണാനഗറിൽ തന്നെയാണ്, അവിടെ പോയിട്ട് കുറച്ച് വീട്ടിലിടാനുള്ള കുറച്ച് പലാസോ പാൻറ്റും കുറച്ച് ടീഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. ആ ഒരു ഫ്രോക്ക് സ്ലീവ്ലെസ് ആണ്, അപ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരെണ്ണം എടുത്തത്. 200 രൂപയ്ക്ക് കിട്ടിയതാണ്. അടിയിലൊരു ടീഷർട്ട് ഇട്ടിട്ടാണെങ്കിൽ ഇടാം, അല്ലാതെ ഇടാം. പിന്നെ അതേ സ്പാറിൽ പോയപ്പോഴത്തേക്ക് അവിടെ ചക്കപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ, അത് മേടിച്ചാണ്. അപ്പോൾ ആമി ആദ്യമായിട്ടാണ് ചക്കപ്പഴം കഴിക്കുന്നത്. അവൾക്ക് ചക്കപ്പഴം അങ്ങനെ കൊടുത്തിട്ടില്ല. നമ്മൾ നാട്ടിൽ പോകുമ്പോഴൊന്നും അങ്ങനെ നമ്മൾ പോകുന്ന സമയത്തൊന്നും ചക്ക കാണത്തില്ല കേട്ടോ. അപ്പോൾ ആമി അങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ അതേ ഇത് കണ്ടോ, ഇത് സ്റ്റാർ പുളിയാണ്, നക്ഷത്ര പുളിയില്ലേ, അത് കണ്ടിട്ട് എടുത്താണ് കേട്ടോ. ഞാനത് അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതേ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാനൊരിക്കൽ പറഞ്ഞില്ലേ സ്പാറിൽ പോയപ്പോൾ ചാമ്പയ്ക്കയാണെന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടു. അതിൻ്റെ പേര് പനീർ ഫ്രൂട്ട് എന്നാണ്. അങ്ങനെ ചാമ്പയ്ക്കയുടെ അതേ ഷേപ്പാണ്. ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഇത് ചാമ്പയ്ക്കയാണെന്ന് അതിൻ്റെ പേര് കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നത് കഴിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്, നല്ലൊരു, ഞാൻ ഇതുവരെയും കഴിക്കാത്ത ഒരു ടൈപ്പിലുള്ള ഫ്രൂട്ട്. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ അതേ ഇതിനകത്ത് കുറച്ച് സീഡൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരുമായിരിക്കും, പക്ഷെ നമുക്ക് ഇവിടെ സ്പേസ് ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ കുറച്ച് വാട്ടർ മെലണും കിർണിപ്പഴവും മസ്ക് മെലോൺ അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ഷോപ്പിംഗ് തകൃതിയായിട്ട് നടത്തി. പിന്നെ ഇത് വേറൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു ഇഫ്താർ ബോക്സ് നമ്മൾ ബുക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ടേ വിചാരിക്കുന്നതാണ്, ഞാനൊരു വ്ളോഗിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇഫ്താർ ബോക്സ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഈ വർഷമെങ്കിലും മേടിക്കണമെന്ന്. അങ്ങനെ നമ്മൾ SS ഹൈദരാബാദിൽ ബിരിയാണി ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഓർഡർ ചെയ്തത്. അല്ല, ഹസ്ബൻഡ് പോയി മേടിച്ചുകൊണ്ടാണ് വന്നത്. കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച് ഒരു ബോക്സ് ഉണ്ട്. പിന്നെ ഒരു മട്ടൻ സമോസ, പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ അതുപോലെ തന്നെ മട്ടൻ കഞ്ഞി,
2 ചിക്കൻ 65ൻ്റെ ഒരു പീസ്, പിന്നെ ബിരിയാണിക്ക് വേണ്ടുന്ന സൈഡ് ഡിഷ്, പിന്നെ ഡേറ്റ്സും വെള്ളവും ജ്യൂസും ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇത് നമുക്ക് തികയത്തില്ല, അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ 3 പേർക്ക് ധാരാളം കഴിക്കാം ഒരു ബോക്സ് തന്നെ, കാരണം നമുക്ക് വളരെ കുറച്ച് മതിയല്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഇത്തവണ SS ഹൈദരാബാദ് ബിരിയാണി എന്നാണ് ഇത് മേടിച്ചത് കേട്ടോ. അപ്പം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാം കൂടി നമുക്ക് കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പകുതി കഴിച്ചപ്പോൾ തന്നെ വയറ് നല്ല ഫുള്ളായിപ്പോയി. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹവും ഈ വർഷം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.